ഒരു ആംബുലൻസ് ഭീമ ജ്വല്ലറിക്കാര് സംഭാവന നൽകിയ ഒരു ആംബുലൻസ് ഒരു 10-15 ലക്ഷം രൂപ വിലയുള്ള ഒരു ആംബുലൻസ് ഒരാൾ സൗജന്യമായി കൊടുക്കുന്നു ശബരിമലയിലേക്ക്. ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മാത്രമല്ല, ആ ചടങ്ങ് നിങ്ങൾ നോക്കിയാൽ നമ്മളാകെ അന്തം വിടുട്ടോ. ഇതെന്തോ വലിയ കോടികളുടെ എന്തോ ഒരു പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പോലെയാണ് ചടങ്ങ്. കാരണം പിണറായി വിജയന്റെ കൂടെ പിണറായി വിജയന്റെ കാര്യസ്ഥാൻ നമ്മുടെ എ പ്രദീപ് കുമാർ, പിന്നെ പി ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, സംസ്ഥാന DGP, ഇമാതിരി ഏറ്റവും വലിയ ഒരു സന്നാഹത്തോടെയാണ് മുഖ്യമന്ത്രി വരുന്നത്. അപ്പോഴാണ് താക്കോലും കൊണ്ട് ആര് വരുന്നത്? ഈ താക്കോലിന്റെ മാതൃകയും കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത് നിർത്തി ഫോട്ടോക്ക് മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്യുന്നു. അടുത്ത് നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. മുഖ്യമന്ത്രി നടന്നു പോകുന്നു. മുഖ്യമന്ത്രി പോകുമ്പോൾ പോറ്റി കൂപ്പുകൈകളോടെ മുഖ്യമന്ത്രിയെ യാത്ര അയക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രി എന്തോന്ന് സംസാരിക്കുന്നു, നടന്നു പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ കണ്ടത്. വീഡിയോയിൽ അതിന്റെ ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി എന്താണ് സംസാരിച്ചതെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോഴാണ് ഇതിന്റെ ഈ വീഡിയോയുടെ ഒരുപാട് സ്ക്രീൻഷോട്ടുകളാണ് ഇതിലേക്ക് വന്നത്, ഫേസ്ബുക്കിലേക്ക് വന്നത്. അപ്പോഴാണ് അതിലില്ലാത്ത എന്തോ ഒരു ഈ പോറ്റിയുടെ കാതിൽ സ്വകാര്യം പറയുന്ന പോലുള്ള ഒരു സംഭവം അത് സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. സുബ്രഹ്മണ്യൻ ഇത് ഫേസ്ബുക്കിൽ നിന്ന് മറ്റാരാ പോസ്റ്റ് ചെയ്ത് കിട്ടിയതാണ്. സുബ്രഹ്മണ്യൻ പറയുന്നത് അത് മറ്റേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പോസ്റ്റ് ചെയ്താണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഫോട്ടോ മാറിയ കാലമാണ്. നമ്മൾ കാർട്ടൂണുകളെ ട്രോളുകളുടെയൊക്കെ കാലമല്ല ഇത്. ഈ കാർട്ടൂണുകളുടെയും ട്രോളുകളുടെയൊക്കെ പുതിയ വേർഷനാണ്. ഫോട്ടോ വെച്ചിട്ട് തന്നെ ഇതിന്റെ ചില വിമർശനങ്ങൾ. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് തരത്തിലാണ് ഈ അമ്പലക്കള്ളന്മാരായ CPM-കാരെ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഇത് ഒരു അങ്ങാടിപ്പാട്ടാണ്. പത്മകുമാറിനെ സംരക്ഷിക്കുന്നു, അല്ലെ? പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ സംരക്ഷിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് എത്ര കാർട്ടൂണുകൾ വരയ്ക്കുന്നു. ഗോപികൃഷ്ണൻ കാർട്ടൂൺ വരയ്ക്കുന്നു, സുജിത്ത് കാർട്ടൂൺ വരയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകളൊക്കെ കാർട്ടൂൺ വരയ്ക്കുന്നുണ്ട്. അതിന്റെ വേറൊരു രീതിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ട്രോളുകൾ. ഫോട്ടോകളൊക്കെ ഉപയോഗിച്ച് ഈ രീതിയിലുള്ള ഒരു സാമൂഹ്യ വിമർശനമാണ്. ട്രോൾ എന്ന് പറയുന്നതും കാർട്ടൂൺ എന്ന് പറയുന്നതും ഒക്കെ സാമൂഹ്യ വിമർശനമാണ്. അത്തരത്തിൽപ്പെട്ട വിമർശനമാണ് ഈ ഫോട്ടോ ഉപയോഗിച്ചും കണ്ട്, അല്ലെങ്കിൽ AI നിർമ്മിതം തന്നെയാവട്ടെ, അങ്ങനെ ഒരു കാർട്ടൂണിസ്റ്റിക് ഫോട്ടോ, അല്ലെ? ഒരു കാർട്ടൂണിസ്റ്റിക് ഫോട്ടോ ഉണ്ടാക്കിക്കൂടെ? കാർട്ടൂൺ വരയ്ക്കുന്നു. പണ്ടൊക്കെ കാർട്ടൂൺ ഈ പേന കൊണ്ട് വരച്ചിരുന്നു, ബ്രഷ് കൊണ്ട് വരച്ചിരുന്നു. കാലം മാറി. ഇപ്പം ഈ എന്താ പറയാ, പുതിയ ഡിവൈസുകളൊക്കെ ആയപ്പോൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടാബില് ഇതിലൊക്കെയാണ് കാർട്ടൂണിസ്റ്റുകൾ വരയ്ക്കുക. അത് എന്ന് പറഞ്ഞാൽ ഈ സാങ്കേതികത്വത്തിന്റെ എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഇവർ ഉപയോഗിക്കുന്നു. അപ്പൊ ആ രീതിയിൽ ഇനി വരും കാലങ്ങളിലൊക്കെ ഈ കാർട്ടൂണുകൾ വരയ്ക്കുക എന്ന് പറയുന്നത് ഫോട്ടോകൾ ഉപയോഗിച്ച് AI സഹായത്താലൊക്കെ ആയിരിക്കും പുതിയ തരത്തിലുള്ള വിമർശനങ്ങൾ, സാമൂഹ്യ വിമർശനം, രാഷ്ട്രീയ വിമർശനമാണത്. മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാതിൽ എന്തോ പറഞ്ഞു. അതൊരു സാമൂഹ്യ വിമർശനമാണ്. അത് ആ രീതിയിലാണ് ഇത് എടുക്കേണ്ടത്. അതല്ലാതെ AI നിർമ്മിത ഫോട്ടോ, അതോടുകൂടി കലാപശ്രമം. എന്ത് കലാപശ്രമമാണ്? കലാപശ്രമം ഉണ്ടാവേണ്ട എപ്പോഴാണെന്നറിയോ? അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും ഈ വാതിൽ കട്ടളുകളും വാതിൽ പാളികളും ഒക്കെ സ്വർണം പൊതിഞ്ഞത് അത് മുഴുവൻ അടർത്തിയെടുത്ത് കൊണ്ടുപോവുകയാണ്. 10-40 ദിവസത്തിന് ശേഷമാണ് അത് ഉദ്ദേശിച്ച സ്ഥലത്ത് ഇത് സ്വർണം പൂശാൻ വേണ്ടി എത്തുന്നത്. അതായത് സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ച ഇത്തരത്തിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളും വാതിലുകളും കട്ടളപ്പാളികളും ഒക്കെയാണ്. ഇത് സ്വർണ്ണപ്പാളികളൊന്നും ഇതിന്റെ മേലല്ല, ഇത് വെറും ചെമ്പാണ് എന്നൊക്കെ ഈ സഖാക്കൾ തന്നെ തിരുത്തി എഴുതിയിട്ട് സഖാക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഏൽപ്പിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് നാടാകെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ചോ മാറ്റി വിറ്റോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ടില്ല. ഇത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നടക്കുന്ന എപ്പോഴാണ്? ഇതൊന്നും നടക്കുന്നത് കോൺഗ്രസ് ഭരണകാലത്തല്ല. 2019 മുതൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ദേവസ്വം വകുപ്പ്, ആ ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? കടകംപള്ളി സുരേന്ദ്രൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള വാസവൻ, ഇവരൊക്കെ സിപിഎമ്മിന്റെ സമുന്നത നേതാക്കളാണ്. അപ്പൊ സിപിഎമ്മിന്റെ നേതാക്കൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡില് ദ്വാരപാലക വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയാൽ അതിന് ഉത്തരവാദി ആരാണ്? അതിന് ഉത്തരവാദി CPM-കാരല്ലാതെ പിന്നെ കോൺഗ്രസ്സുകാരാകുമോ? അപ്പോഴാണ് മറ്റേ സോണിയാഗാന്ധിന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടായിക്കോട്ടേനെ. സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുകയോ, അല്ലെങ്കിൽ ആന്റണിയുടെ കൂടെയോ, അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ കൂടെയോ, അല്ലെങ്കിൽ VD സതീശന്റെ കൂടെയോ, K സുധാകരന്റെ കൂടെയോ, ആരുടെയെങ്കിലും കൂടെയൊക്കെ പോറ്റി നിൽക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. പക്ഷെ
സ്വർണം ഇവിടുന്ന് അടിച്ചു മാറ്റാൻ സഹായം ചെയ്തു കൊടുത്തത് വാസുവും ഈ പറയുന്ന പത്മകുമാറും ഇവരുടെ തൊട്ട് മേലെയുള്ള കടകംപള്ളിയിലേക്ക് പോയിട്ടില്ല, കടകംപള്ളിയിലേക്ക് അടുത്ത് തന്നെ പോകുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അങ്ങനെ ഈ ഒരു കൂട്ടുകെട്ടാണ് ഈ സ്വർണ്ണ കൊള്ള നടത്തിയത് എന്ന് ഹൈക്കോടതി തന്നെ പറയുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു എന്താ പറയാ സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രി പിന്നെ ആര്? മുഖ്യമന്ത്രരി സംരക്ഷണം നൽകിയിട്ടില്ല എങ്കിൽ ഈ പത്മകുമാർ ഇങ്ങനെ ചെയ്തെങ്കിൽ പത്മകുമാർ ആ ക്ഷണം പിടിച്ച് മാറ്റട്ടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്. CPM ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ ഉണ്ടായാലേ CPM ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകുക. എത്ര മഹാരഥന്മാരെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. KR ഗൗരിയമ്മയെ പുറത്താക്കിയില്ലേ? MV രാഘവനെ പുറത്താക്കിയില്ലേ? VS അച്യുതാനന്ദനെതിരെ നടപടിയെടുത്തില്ലേ? G സുധാകരൻ എന്ന് പറയുന്ന എക്കാലത്തെയും ഏറ്റവും മികച്ച മന്ത്രിക്കെതിരെ നടപടിയെടുത്തില്ലേ? എത്ര മഹാരഥന്മാരെയാണ് പിടിച്ചു പുറത്തിട്ടത് പാർട്ടി? ആരാണ് പത്മകുമാർ? പത്മകുമാർ ഇത്രയും പാർട്ടിക്ക് ഇവരെക്കാളൊക്കെ മേലുള്ള ആളാണ് പത്മകുമാർ. എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല? കാരണം പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പത്മകുമാർ വിളിച്ചു പറയും ആരുടെ പേര്? അതിന്റെ മേലെയുള്ള പലരുടെയും പേര് വിളിച്ചു പറയും. കാരണഭൂതത്തിന് പേടിയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ കാരണം പറയണ്ടേ? ഇപ്പം ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പുറത്താക്കുന്നില്ല, ഞങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവണം, അതിന് കുറ്റപത്രം വരണം, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണം, കോടതി പറയണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വരുന്നതിന്റെ മുമ്പല്ലേ പല ആൾക്കാരെയും പിടിച്ച് പുറത്താക്കിയത്? പാർട്ടി അന്വേഷണം നടത്തിയില്ലേ? പാർട്ടിക്ക് ഒരു അന്വേഷണം നടത്തിക്കൂടെ? പക്ഷെ പാർട്ടിക്ക് അന്വേഷണം നടത്താൻ വയ്യ. പാർട്ടി എങ്ങനെ അന്വേഷണം നടത്തും? പാർട്ടി അന്വേഷണം നടത്തിയാൽ ആരൊക്കെ അതിന്റെ കീഴെ വരും? അപ്പൊ ഇതുകൊണ്ട് ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം. ഇതൊക്കെ വിമർശന വിധേയമാകണം. എങ്ങനെ വിമർശന വിധേയമാകും? ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് പലതരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയ വിശകലനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന്റെയൊക്കെ വേറൊരു രൂപമാണ് ഈ കാർട്ടൂണുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോളുകള്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പൊ N സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോ പോലും അതിന്റെ ഒരു വെളിച്ചത്തിൽ, അതായത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പോറ്റിയുടെ ചെവിയിൽ മുഖ്യമന്ത്രി എന്തോ പറയുന്നു എന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ. ഇതൊരു ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ ആയിക്കോട്ടെ. ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു കാർട്ടൂണിസ്റ്റിക് ഫോട്ടോ ആയി അത് മാറ്റുന്നതിൽ എന്താണ് ഇത്ര ചൊറിച്ചിൽ? ഞാനത് പറയുന്നത് കാലം മാറുകയാണ്. AI സാങ്കേതികം ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി മുതലുള്ള ഇത്തരത്തിലുള്ള ഈ വിമർശനങ്ങളൊക്കെ വരുന്നത്. അതിനു പകരം കലാപശ്രമത്തിന് കേസെടുക്കുക, വീട് വളഞ്ഞു ഈ N സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോകുക. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് കേട്ടില്ലേ? വിനാശകാലയെ വിപരീത ബുദ്ധി. ഇതാണ് CPM ഇപ്പൊ സംഭവിക്കുന്നത്.